ഹലോ, നമ്മൾ ഈ സെഷനിൽ ചാറ്റ് ജി പി ടിയുടെ ഒരു ക്ലോൺ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു കോപ്പി. ഓക്കെ. സോ ഇതിന് മുന്നോടിയായിട്ട് ചാറ്റ് ജി പി ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. സോ നിങ്ങളിപ്പോൾ ഒരു ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്പെക്ട് എലമെന്റ് എടുക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് എടുക്കുക. നെറ്റ്വർക്കിൽ ഇവിടെ ഫെച്ച് ഓർ സ്ലാഷ് എക്സ്എച്ച്ആർ എന്നുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു എലമെന്റ് നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. സോ വിച്ച് മീൻസ് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫിൽട്ടർ ആണ്. ആൻഡ് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ റിക്വസ്റ്റുകളാണ് ബാക്ക് എൻഡിലേക്ക് പോകുന്നതെന്നും അതിന്റെ റെസ്പോൺസ് എന്താണെന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. സോ നിങ്ങൾക്ക് ബേസിക്കലി എല്ലാവർക്കും അറിയായിരിക്കും ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഓപ്പൺ എ ആണ്. ഓക്കെ. ഇവിടെ ഈ പിക്ചർ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഓപ്പൺ എ ആണ്. ഓപ്പൺ എയിൽ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. GPT 4.5 ഉണ്ട്, O3 മിനി, GPT 4.0, O1 മിനി, ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഇനിയിപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ മോഡൽസ് ഉള്ളത്. 4.5 ആണ് ലേറ്റസ്റ്റ്. ആൻഡ് ഇത് കൂടാതെ പുതിയ പുതിയ മോഡൽസ് വരുന്നുണ്ടാവും. അതെല്ലാം ഈ ഓപ്പൺ എയുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഓക്കെ. സോ ഒരാൾക്ക് ഈ ചാറ്റ് ജി പി ടിയുടെ ഇന്റലിജൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓപ്പൺ എയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓപ്പൺ എയിൽ നിന്ന് ഈ ഏതെങ്കിലും ഒരു മോഡൽ ചൂസ് ചെയ്തിട്ട് ആ മോഡലിനോട് നമ്മുടെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് ആ മോഡലിനോട് ചോദിക്കുക. ആൻഡ് അതിന്റെ റെസ്പോൺസ് എന്താണ് വരുന്നത് അത് ഫ്രണ്ട് എൻഡിൽ കാണിക്കുകയാണ് ചെയ്യുക. സോ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. അത് യു ഐ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. സോ ഇവിടെ ചാറ്റ് ജി പി ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ എന്താണ് നമ്മൾ യൂസർ ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത് അത് ഓപ്പൺ എയോട് ഓപ്പൺ എയുടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മോഡലിനോട് ചോദിച്ചിട്ട് ആ മോഡലാണ് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ആ റെസ്പോൺസ് ആണ് നമ്മുടെ ചാറ്റ് ജി പി ടി ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ റിക്വസ്റ്റിൽ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ മിനിമം വേണ്ട രണ്ട് വാല്യൂസ് ആണ് മോഡലിന്റെ പേര്, ഏത് മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആൻഡ് അത് കൂടാതെ എന്താണ് മെസ്സേജ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്. സേ ഇപ്പം ഹലോ, ഐ വാണ്ട് ടു സേ, ഓർ ഹലോ, ഹൗ ടു ട്രാവൽ ടു സേ ബൈ, സംതിങ് ലൈക്ക് ദാറ്റ്. എന്ത് ക്വസ്റ്റ്യൻ വേണേ ആവാം. സോ ഈ ഒരു ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഈ മെസ്സേജിന്റെ ഒരു ലിസ്റ്റ് ആണ്, കളക്ഷൻസ് ഓഫ് മെസ്സേജസ്. അതും മോഡലിന്റെ നെയിമാണ് നമ്മൾ ഈ ചാറ്റ് ജി പി ടി ഓപ്പൺ എയോട് ചോദിക്കുന്നത്. ഓപ്പൺ എ എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. ഓക്കെ. സോ ഇതേ സംഭവം നമുക്ക് ആക്ച്വലി ചാറ്റ് ജി പി ടിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ. ഞാൻ ആദ്യം ഒരു ഹലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ കംപ്ലീഷൻ വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. തൽക്കാലം നമുക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല. സോ അതിനുശേഷം ഞാൻ എൻ്റർ അടിക്കാമെന്ന് വിചാരിക്കാം. എൻ്റർ അല്ലെങ്കിൽ ഈ ഒരു സെൻഡ് ഐക്കണോ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട്, കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു API കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഈ കോൺവെർസേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കോൺവെർസേഷന്റെ പേലോഡിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഡീറ്റെയിൽസ്. ഒന്ന് മോഡൽ ഓട്ടോ ആണ്, അതായത് ഏത് മോഡൽ വേണമെന്നുള്ളത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ ഓപ്പൺ ആയി ഡിസൈഡ് ചെയ്തിട്ട് ആ ഒരു മോഡൽ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെൻഡ് ചെയ്യാൻ നേരത്ത് മുന്നേ ഓൾഡർ വേർഷൻ ചാറ്റ് ജി പി ടിയിലൊക്കെ നമുക്ക് മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ പ്രീമിയം വേർഷനിൽ നമുക്ക് മോഡൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ ഏത് മോഡൽ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് മോഡൽ ഇപ്പം ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഓട്ടോ ആണ്, വിച്ച് മീൻസ് ഓപ്പൺ എ ആണ് നമുക്ക് മോഡൽ ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ നമ്മൾ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് എന്താ ഉള്ളത്? മെസ്സേജിൽ നോക്കുവാണെങ്കിൽ റോള് യൂസർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പം നമ്മൾ മെസ്സേജ് ചാറ്റ് ജി പി ടിക്ക് അല്ലെങ്കിൽ ഓപ്പൺ എക്ക് അയക്കുമ്പം ആരാണ് മെസ്സേജ് അയക്കുന്നത് ആൻഡ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇവിടെ കണ്ടന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹലോ എന്നുള്ള ഒരു കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു ഹലോ ആണ് ഞാൻ ചാറ്റ് ജി പി ടിയോട് അയക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ റെസ്പോൺസ് കിട്ടി. ഓക്കെ. ഹേയ് സുജിത്, ഹൗ ഇസ് യുവർ ഡേ ഗോയിങ്. ഓക്കെ. അത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ഇപ്പം പേലോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം മോഡലും വേണം, മെസ്സേജും വേണം. സോ മോഡലിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മോഡലിന്റെ നെയിമാണ് കൊടുക്കുക. ഓട്ടോ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നതിന് സെലക്ട് ചെയ്യും. ഇല്ല നമുക്ക് ചാറ്റ് ജി പി ടി 4.5 ആണ് വേണ്ടതെങ്കിൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് പിന്നെന്താ, മെസ്സേജസ് സെൻഡ് ചെയ്യാം. ഓക്കെ. മെസ്സേജസ് ആണ് നമ്മൾ പിന്നെ രണ്ടാമത് സെൻഡ് ചെയ്യാം. ആൻഡ് മെസ്സേജസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന്റെ റെസ്പോൺസ് ഇവിടെ പേലോഡ് ആണ്, അതായത് നമ്മൾ എന്താണ് അയക്കുന്നത് അതാണ് പേലോഡിൽ വരിക. ആൻഡ് ഇനി റെസ്പോൺസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലെറ്റ് മീ സി. ഇവിടെ ഇവിടെ മുതൽ ഇതൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെസ്സേജ് എങ്ങനെ വരുന്നത്, ലെറ്റർ ബൈ ലെറ്ററോ അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഒരു ചാറ്റ് ഒരാൾ ടൈപ്പ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് കാണുന്നത് അല്ലേ. അത് സ്ട്രീമിംഗ് എന്നാണ് പറയുക. സോ സ്ട്രീമിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസ് എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഹേയ് സുച്ച്, ഇത്ത്, ഹൗസ്, പിന്നെന്താ,
യുവർ ഡേ ഗോയിങ്, പിന്നെ ഒരു ന്യൂ ലൈനും കാര്യങ്ങളും അല്ലെങ്കിൽ സ്മൈലി, ഇത് ഈ ഒരു ഇമോജിയുടെ യൂണിക് യൂണിക്കോഡ് ക്യാരക്ടറാണിത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ വന്നു. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു, മെസ്സേജ് കംപ്ലീറ്റ് ആയി. സോ ഇത്രയും കാര്യങ്ങൾ വന്നു. ഓക്കെ, മെസ്സേജ് കംപ്ലീറ്റ് ആയി. അതായത് സ്ട്രീം ചെയ്യായിരുന്നു നമ്മൾ ഈ ഒരു എൻറ്റയർ മെസ്സേജ് സ്ട്രീം ചെയ്തിട്ട് നമുക്ക് കിട്ടി. അതായത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു, മീൻസ് ChatGPT ഡിസ്പ്ലേ ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ മെസ്സേജ്. ഇനി ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ക്ലിയർ ചെയ്തിട്ട് ഐ എം ഗുഡ് എന്ന് പറഞ്ഞിട്ട് അയക്കുകയാണെന്ന് വിചാരിക്കാം. ഇനിയും നമ്മൾ അയക്കുന്ന സമയത്ത് കോൺവെർസേഷൻ നോക്കുക. കോൺവെർസേഷൻ്റെ പേലോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ മോഡൽ സ്റ്റിൽ ഓട്ടോ ആണ്. മെസ്സേജ് എടുക്കുകയാണെങ്കിൽ മെസ്സേജിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസർ ഐ എം ഗുഡ് എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇനി റെസ്പോൺസിൽ കമോൺ, റെസ്പോൺസ് കിട്ടിയില്ലേ? റെസ്പോൺസ് ഇങ്ങനെ കുറച്ച് വലിയ റെസ്പോൺസ് ആണെന്നല്ലേ. ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഗ്ലാഡ് ടു എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നു, പിന്നെ ഹിയർ ദാറ്റ്, പിന്നെ ഒരു സ്മൈലി, പിന്നെ ബ്ല ബ്ല ബ്ല. ഓക്കെ, റിമൈനിങ് മെസ്സേജസ് നമുക്ക് വന്നു. എന്നിട്ട് മെസ്സേജ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ChatGPT എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് അത് കോൾ ചെയ്യുന്ന അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓപ്പൺ എയുടെ ഒരു API എന്ന് വെച്ചാൽ എന്താണ്, ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ഇന്റർഫേസ് നല്ല രീതിയിലാണ് വരിക. അതായത് നമ്മൾ അതിന് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അതായത് ഓപ്പൺ എക്ക് നമ്മളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ഓപ്പൺ എ അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് തരും. ആ റെസ്പോൺസ് ഇവിടെ കാണിച്ചു തരികയാണ് ChatGPT ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാക്ട് ക്ലോൺ, ChatGPTയുടെ ക്ലോൺ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ഓപ്പൺ എയുടെ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്കത് സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവൈലബിൾ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ്, അതായത് ഓപ്പൺ എയുടെ ഫീച്ചേഴ്സ് നമ്മളും കൂടെ നമ്മുടെ പുതിയൊരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ChatGPT പോലെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, യെസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ലൈബ്രറീസ് ആണ്. ഒന്ന് സ്ട്രീംലിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് പൈത്തണിന്റെ രണ്ട് ലൈബ്രറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രീംലിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ സിമ്പിൾ ആയിട്ട് UI ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹലോ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കോഡ് ഉണ്ട്. ഇത്രയും കോഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു നൈസ് ആയിട്ടുള്ള UI ബിൽഡ് ചെയ്തിട്ട് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറെ ബലൂൺസ് ഒക്കെ വരുന്നില്ലേ, അതും ഇത്രേ ഉള്ളൂ. st.balloons കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബലൂൺസ് ഒക്കെ വരുന്നത്. സോ അത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു UI ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രീംലിറ്റ് യൂസ് ചെയ്യുന്നത്. ചാർട്ടൊക്കെ റെൻഡർ ചെയ്യുന്ന ഇതുപോലുള്ള ചാർട്ടുകൾ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സ്ട്രീംലിറ്റ് യൂസ് ചെയ്യാം. ഡാറ്റ ഫ്രെയിംസിന് വേണ്ടിയിട്ട് ടേബിൾസ്, ഫിൽറ്റേഴ്സ്, ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതുണ്ട്, നമുക്ക് കുറെ ലാർജ് നമ്പർ ഓഫ് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇത്രയും ചെറിയൊരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് കൂടാതെ ചാറ്റ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രീംലിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്ട്രീംലിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ChatGPTയുടെ ക്ലോൺ ആണ്. അതായത് ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് വേണ്ടത് എന്താണ്, സോ നമ്മളിവിടെ UI ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ എയിൽ ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, ഓപ്പൺ എയിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇവിടെ platform.openai.com എടുക്കുക ആൻഡ് സൈൻ അപ്പ് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ഇമെയിൽ ID യും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, ആൻഡ് അതിനുശേഷം മോഡൽസ് ഉള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് അത് കൂടാതെ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഫ്രീ ആയിട്ടുള്ള യൂസ് കേസസ് ഇല്ല, നമ്മൾ അത് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ലെറ്റ്സ് ഗോ ടു ഓക്കെ, I didn't log in, so I'll just log in quickly. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓക്കെ, നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. ആൻഡ് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബില്ലിങ്ങിൽ പോയാൽ നമുക്ക് ഈ നമുക്കൊരു കുറച്ച് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ബില്ലിങ്ങിൽ പോവുക, നമുക്ക് എന്തെങ്കിലും പൈസ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $10, $5 ആണ് മിനിമം. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും $5 ആണ് മിനിമം. അത്രയും ആഡ് ചെയ്യുക. മിനിമം $5 എങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ ഓൺ API കീ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, $5 എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 500 റുപ്പീസിന്റെ അടുത്ത് വരും. സോ അത് നിങ്ങൾക്ക് വർത്താണ്. ട്രൈ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കൂൾ. ആൻഡ് എനിക്കിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ അറൗണ്ട് $10 ബാക്കിയുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ അതായത് ആദ്യം വാലറ്റിൽ പൈസ ആഡ് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു API കീ ക്രിയേറ്റ് ചെയ്യുക.
ഓക്കെ. ഈ ഒരു എ പി കീ ഓൾറെഡി ഉണ്ട്. ഞാനൊരു പുതിയൊരു എ പി കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ന്യൂ സീക്രട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ആൻഡ് ഞാനൊരു പേര് കൊടുക്കുകയാണ് ഓൺലൈൻ കഫേ ഡെമോ. ആൻഡ് എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റ് കൊടുക്കാം എനിക്ക്. അതായത് ഇത് സോ പെർമിഷൻസ് എന്ന് പറയുന്നത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റീഡ് ഓൺലി, റെസ്ട്രിക്റ്റഡ്, ഓൾ. ഓൾ എന്ന് വെച്ചാൽ എല്ലാ പെർമിഷനും ഉണ്ട്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എനിക്ക് വേണ്ടൂ. സോ മോഡൽസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇമേജും കാര്യങ്ങളൊക്കെ വേണോ വേണ്ട. അസിസ്റ്റൻസിനെ ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ബാക്കിയെല്ലാം ഞാൻ നോ കൊടുക്കുകയാണ്. എനിക്കാകെ മോഡൽസിനെ റീഡ് ചെയ്യുക. ചാറ്റ് കപ്പാസിറ്റി എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ റൈറ്റ് എടുക്കുന്നു. ആൻഡ് അസിസ്റ്റന്റിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, റീഡ്, റൈറ്റ്, റീഡ്. അതിന് ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്യാവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി ക്രിയേറ്റ് സീക്രട്ട് കൊടുത്തു. ആൻഡ് എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോപ്പി, ഈ കീ കോപ്പി ചെയ്യുക ആൻഡ് അത് കീപ്പ് ചെയ്യുക. ഓക്കെ. സോ നമ്മൾ ബേസിക്കലി ഒരു പൈത്തണിൽ ഈ കീ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ഈ കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ChatGPT ടു ഓപ്പൺ AI കമ്മ്യൂണിക്കേഷൻ എല്ലാം ആ കീ വഴിയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഈ കീ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ തൽക്കാലം ഇവിടെ കീപ്പ് ചെയ്യാണ്. നമുക്ക് ബേസിക്കലി ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ നമുക്ക് ചാറ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ. So come to the PyCharm and PyCharmൽ ഫയൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക, GPT clone and create this window. ആൻഡ് നമുക്കിപ്പോൾ ഓൾറെഡി VNV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു പുതിയൊരു പ്രൊജക്റ്റ്, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ, അതായത് ഈ പ്രൊജക്റ്റിന്റെ പേരിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റിന്റെ പേരിലാണ്, VNVയിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രൊജക്റ്റിന്റെ പേരിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക ആൻഡ് പൈത്തൺ ഫയൽ എടുക്കുക ആൻഡ് അവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആൻഡ് ഈ ഒരു നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പൈത്തൺ ഫയൽ വന്നിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിന്റ് നമുക്കൊരു ഹലോ വേൾഡ് കൊടുത്തു നോക്കാം. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ. ആൻഡ് ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൺ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പ്ലേ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് റൺ ചെയ്തിട്ട് നമുക്ക് ഹലോ വേൾഡ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അത് കൂടാതെ വേറൊരു രീതിയിൽ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പൈസാമിൽ തന്നെ ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ അത് നമുക്ക് റൺ ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ റൺ ചെയ്യാം. സോ ഇവിടെ പൈസാമ ടെർമിനൽ എടുക്കുമ്പം നമുക്കിവിടെ വെർച്വൽ എൻവയോൺമെന്റ് സെലക്ട് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, വെർച്വൽ എൻവയോൺമെന്റ് സെലക്ട് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വെർച്വൽ എൻവയോൺമെന്റ് എനേബിൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി വെർച്വൽ എൻവയോൺമെന്റ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ്, മാക്കിലാണെങ്കിൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സോഴ്സ് പിന്നെ ഏതാണോ പാത്ത്, സോ .venv ബിന്നിൽ ആക്ടിവേറ്റ് എന്നുള്ള ഈ ഒരു പാത്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാക്ക് അല്ലെങ്കിൽ ലിനക്സിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വെർച്വൽ എൻവയോൺമെന്റ് സെലക്ട് ചെയ്യുക. സോ ഇത് വെർച്വൽ എൻവയോൺമെന്റ് സെലക്ട് ആയി കഴിഞ്ഞാൽ .venv എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമിംഗ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ വിച്ച് മീൻസ് ഈ ഒരു ബ്രാക്കറ്റിൽ നമ്മുടെ വെർച്വൽ എൻവയോൺമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. ഇനി ഈ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സിംപ്ലി പൈത്തൺ main.py എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ട് വരും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബേസിക് സെറ്റപ്പ് റെഡിയാണ്. ഇനിയാണ് നമ്മൾ ChatGPT ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് സ്ട്രീംലിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് സ്ട്രീംലിറ്റ്. അപ്പൊ സ്ട്രീംലിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഒരു പൈത്തൺ പ്രൊജക്റ്റിലേക്ക് ഒരു ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഒരു requirements.txt എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, requirements.txt. സോ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് അല്ലെ, ഈ പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള ലൈബ്രറീസിന്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കുക. സോ എനിക്ക് ആദ്യം വേണ്ട ഒരു ലൈബ്രറി എന്ന് പറയുന്നത് സ്ട്രീംലിറ്റ് ആണ്. സ്ട്രീംലിറ്റ്. അതിന് രണ്ടാമത് വേണ്ടത് ഓപ്പൺ AI ആണ്. ഈ രണ്ട് ലൈബ്രറീസ് ആണ് എനിക്ക് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ വേർഷൻ ഇവിടെ പറഞ്ഞിട്ട് കൊടുക്കാം. ഏത് പർട്ടിക്കുലർ വേർഷൻ ആണ് നമുക്ക് വേണ്ടത്, അതിവിടെ സേ 4.1 വാട്ടെവർ എന്താണ് വേർഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ തൽക്കാലം വേർഷനും കാര്യങ്ങളും കൊടുക്കുന്നില്ല. എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എടുക്കാം. രണ്ടിന്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം വേർഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇനി ഈ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ റിക്വയർമെന്റ്സിൽ ഞാൻ എൻ്റെ റിക്വയർമെന്റ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. ആൻഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെർമിനൽ വരിക ആൻഡ് എന്ത് ചെയ്യുക, പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. സോ പിപ്പ് ഓൾറെഡി എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉണ്ടാവേണ്ടതാണ്. ആൻഡ് മീൻസ് പിപ്പ് എന്ന് പറയുന്നത് പൈത്തണിന്റെ പാക്കേജ് ഇൻസ്റ്റാളർ ആണ്. ഓക്കെ, അതായത് എന്തെങ്കിലും ലൈബ്രറീസ് എക്സ്റ്റേണൽ പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിപ്പാണ് യൂസ് ചെയ്യുക. ആൻഡ് പിപ്പ് ഇൻസ്റ്റാൾ -r requirements.txt, അതായത് requirements.txt ഉള്ള എല്ലാ റിക്വയർമെന്റ്സും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇവിടെ പിപ്പ് 3 വരാൻ കാരണം ഞാൻ പിപ്പ് 3 എന്നുള്ള ഒരു വേർഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അത് മാക്കിലോ ലിനക്സിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പിപ്പ് 3 ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഓൾറെഡി പിപ്പ് എന്നുള്ള കമാൻഡാണ് നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇത് ഞാൻ എൻ്റർ അടിക്കുകയാണെങ്കിൽ ഈ സ്ട്രീംലിറ്റും ഓപ്പൺ ചെയ്യും. ഈ റിക്വയർമെന്റ്സിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ലൈബ്രറീസ് ഇത് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരും. ഇതൊരു കുറച്ച് നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡ് അനുസരിച്ച് ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, ആൻഡ് ഇത് രണ്ടും ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാന്ന് വെച്ചാൽ ആദ്യം സ്ട്രീംലിറ്റ് ഹലോ എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ഒരു കമാൻഡ് കൊടുക്കുക, സ്ട്രീംലിറ്റ് സ്പേസ് ഹലോ. ഓക്കെ, എൻ്റർ അടിക്കുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾ ഇതുപോലൊരു പേജ് നിങ്ങൾ കാണണം. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് 8501 ഈ ഒരു പോർട്ട് അല്ലെങ്കിൽ വേറെ പോർട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അലൊക്കേറ്റ് ചെയ്യുന്ന പോർട്ട് ആയിരിക്കാം. ആൻഡ് അവിടെ നിങ്ങൾ ഇതുപോലൊരു പേജ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ആകെ എന്താ ചെയ്തത് സ്ട്രീംലിറ്റ് ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ സ്പിന്നപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ChatGPT. നിങ്ങളിപ്പോൾ chatgpt.com എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ഇതൊരു സാമ്പിൾ UI ഉണ്ടല്ലേ. ഓക്കെ, തൽക്കാലം ഞാൻ നിൽക്കുന്നില്ല. സോ ഇവിടെ എന്താ ഉള്ളത്, ഒരു ഹെഡിങ്, ഒരു ചാറ്റ് ഐക്കൺ, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് വന്നിട്ടുള്ളത് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ചാറ്റ് ബോക്സും ആൻഡ് നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യൂവും ആണ് നമുക്ക് വരാനുള്ളത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ഇതിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. ഇനി നേരെ main.py പോവുക, ഇപ്പോഴുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ട്രീംലിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഒരു ലൈബ്രറി പൈത്തണിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് സ്ട്രീംലിറ്റ്. ഓക്കെ, സിമ്പിൾ ആണ്. ആൻഡ് സ്ട്രീംലിറ്റ് ഡോട്ട് ടൈറ്റിൽ ഹലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു വിചാരിക്കുക. ആൻഡ് ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ടെർമിനലിൽ പോയിട്ട് സ്ട്രീംലിറ്റ് റൺ main.py ഏതാണ് ഫയല്, നിങ്ങൾ ഏത് ഫയലാണ് ഇത് നമ്മുടെ കോഡ് എഴുതുന്നത്, ആ ഫയൽ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം, സ്ട്രീംലിറ്റ് റൺ main.py. ആൻഡ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ഹലോ എന്ന് പറഞ്ഞു കൊടുത്തല്ലോ ടൈറ്റില്, ഇവിടെ ഹലോ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, എനിക്ക് വേണ്ടത് ChatGPT ക്ലോൺ ആയതുകൊണ്ട് തന്നെ ഇതാണ് വേണ്ടത്, വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത്. സോ അതാണ് ഇവിടെ വരേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ടൈറ്റിലായിട്ട് വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ റീസ്റ്റാർട്ടും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡാറ്റ ഇവിടെ വന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ടൈറ്റിൽ ഇവിടെ വന്നു. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണമെന്ന് ചോദിക്കാം. പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇതൊരു സ്മോളർ ടെക്സ്റ്റ് ആയിട്ടാണ് വരിക, സബ് ടെക്സ്റ്റ്. ഇനി അപ്പുറം പോയിട്ട് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സബ് ടെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കുറേ ഇൻഫർമേഷൻസ് 1 2 3 ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം പുതിയ പുതിയ ലൈനായിട്ട് വരുന്നുണ്ടാവും. സോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ റൈറ്റ് എന്നുള്ള കമാൻഡ് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റൽ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിപ്പം സ്ട്രീംലിറ്റ് ടൈറ്റിൽ കൊടുത്തപ്പോൾ എനിക്കൊരു ടൈറ്റിൽ വന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു ചാറ്റ് ബോക്സ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്ട്രീംലിറ്റിൽ തന്നെ ചാറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ചാറ്റ് ഇൻപുട്ട് ആൻഡ് ഇതാണ് നമ്മുടെ ചാറ്റ് ബോക്സ് ChatGPT. സോ ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഫോൾട്ട് മെസ്സേജ് ഉണ്ട് അല്ലേ. സോ നമുക്ക് അതുപോലെ ചെയ്താലോ. സോ ആസ്ക് എനിത്തിങ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ എന്തായി, ഇവിടെ നമുക്ക് ചാറ്റ് ബോക്സ് വന്നു, ആസ്ക് എനിത്തിങ് എന്ന് വന്നു. ഇവിടെ ഒരു ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് എൻ്റർ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഇപ്പം എനേബിൾ അല്ല. പക്ഷെ ഞാനിപ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇവിടെ എനേബിൾ ആണ്, അത് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ 2 ലൈൻ ഓഫ് അല്ലെങ്കിൽ 3 ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഒരു ബേസിക് സെറ്റപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇനീഷ്യലി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് വന്നു, അത് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനും എൻ്റർ അടിക്കാനും. ഒന്ന് എൻ്റർ അടിക്കാം. ഓക്കെ, ഹായ് എന്ന് പറഞ്ഞാൽ എൻ്റർ അടിക്കാം, ഇല്ലെങ്കിൽ ഹായ് ഓർ വാട്ട് എവർ മെസ്സേജ് നമുക്ക് നെക്സ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, രണ്ടും വർക്കാവും. ഓക്കെ, അപ്പം ബേസിക്കലി നമുക്ക് അത്യാവശ്യമുള്ള കാര്യം വന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഇവിടെ നമ്മൾ ഹായ് എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക, ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് വരും അല്ലേ. ഇവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് അതിന്റെ മെസ്സേജ് എന്താണോ, റെസ്പോൺസ് എന്താണോ, സിസ്റ്റത്തിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണോ അതിവിടെ റെസ്പോൺസ് ഇവിടെ നമുക്ക് കാണാം. സോ അതേപോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വരിക ആൻഡ് യൂസർ ഇപ്പൊ ഹായ് നമ്മൾ ഒരു ഈ ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ ചാറ്റ് ഇൻപുട്ടിലേക്കാണ് ഞാൻ ഈ
വാല്യൂ ടൈപ്പ് ചെയ്യുന്നത് ഹൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ യൂസർ എന്താണോ ടൈപ്പ് ചെയ്തെന്നുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ട് എടുത്താൽ മതി. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ റിസൾട്ട് എന്താണോ, അതായത് സേ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെ വാല്യൂ അല്ലെങ്കിൽ യൂസർ ടൈപ്പ് ചെയ്ത പ്രോംപ്റ്റ് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് ഈക്വൽ ടു സ്ട്രീംലിറ്റ് ഡോട്ട് ചാറ്റ് ഇൻപുട്ട് ആസ്ക് എനിത്തിങ്. അപ്പം യൂസർ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോംപ്റ്റിലേക്ക് വരും. നമുക്ക് ഇഫ് പ്രോംപ്റ്റ് വിച്ച് മീൻസ് യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ആദ്യം റൈറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാം, സ്ട്രീംലിറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, റൈറ്റ്. ഇപ്പൊ യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വരുന്നു, റിഫ്രഷ് ചെയ്യുന്നു, ഞാൻ ഇവിടെ ഹൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, ഇവിടെ ഹൈ എന്ന് പറഞ്ഞിട്ട് വന്നു. ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, ഹലോ എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇവിടെ അതിനെ റീപ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്, അത് അടുത്ത ലൈനിലേക്ക് വരികയല്ല ചെയ്യുന്നത് നോർമലായിട്ട്. സോ അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ലൈനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇത് സേ ഒരു റെസ്പോൺസ് പോലെ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സേ സിസ്റ്റത്തിൽ നിന്ന് വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു വിചാരിക്കാം. സേ ഞാനിപ്പോൾ ഹൈ എന്ന് കൊടുക്കുന്നു, തൊട്ട് താഴെ വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം മെസ്സേജ് വരുന്ന പോലെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 റൈറ്റ് കൊടുത്തേ ഉള്ളൂ. സോ ഇത് ഇങ്ങനെയല്ല നമ്മൾ ചെയ്യാം, ബട്ട് ലെറ്റ് സി. ഓക്കെ, സോ ഇതൊരു ഒരു ഓപ്ഷൻ. ഇനി അല്ലാതെ നമുക്ക് ഈ സ്ട്രീംലിറ്റ് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാറ്റ് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് വെച്ചാൽ യൂസർ ഇൻപുട്ട് ചെയ്യാൻ എന്തെങ്കിലും. ഓക്കെ, നമുക്ക് ഇനി വേറൊരു ഓപ്ഷൻ, ഒരു മെത്തേഡ് ഉള്ളത് ചാറ്റ് മെസ്സേജ് ആണ്. ചാറ്റ് മെസ്സേജ് എന്നുള്ള മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ആരാണ് ചാറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ യൂസർ ആണ് ചാറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. നമുക്ക് 2 ആൾക്കാരാണുള്ളത്, ഒന്ന് യൂസറും ഒന്ന് അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഓപ്പൺ എ അല്ലെങ്കിൽ ചാറ്റ് ജിപിടി ആണ്, ആൻഡ് യൂസർ എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രീമിലിട്ട് ചാറ്റ് മെസ്സേജ് യൂസർ ഡോട്ട് ഇനി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് നോക്കാം. പോകുന്നു, റിഫ്രഷ് ചെയ്യുന്നു, ഞാൻ ഇനി ഹൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പ്രോപ്പറായിട്ട് ഒരു ചാറ്റ് ഇൻപുട്ട് പോലെ ഒരു യൂസറിന്റെ ഒരു ഐക്കണും ഹൈ എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി ഒരു അസിസ്റ്റന്റ് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ ലൈന് കോപ്പി ചെയ്തു, ഇനി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത്. ഓക്കെ, ഇങ്ങനെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കിയാലോ. സോ റിഫ്രഷ് ചെയ്തു, ഞാൻ ഹൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അപ്പൊ തന്നെ ഒരു റെസ്പോൺസ് പോലെ പ്രോപ്പറായിട്ട് വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇതൊരു ഒരു ആക്ച്വൽ ചാറ്റിന്റെ ഒരു ഓപ്ഷൻ പോലെ ഉണ്ടല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഇതിപ്പോൾ ഹൈ അതിന്റെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു ഹലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു മെസ്സേജ് മാറിയിട്ട് ഹലോ വന്നു, എന്നിട്ട് പിന്നെ സ്റ്റിൽ വാട്ട് ക്യാൻ ഹെൽപ്പ് വിത്ത് എന്നാണ് രണ്ടാമത്തെ മെസ്സേജ് വന്നു. പക്ഷെ നമുക്ക് വേണ്ട എന്താ, ഇനിയുള്ള മെസ്സേജ് എല്ലാം അടുത്ത ലൈൻ ബൈ ലൈൻ ആയിട്ട് വരണം അല്ലേ. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്ട്രീംലിറ്റിൽ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്ട്രീംലിറ്റ് .ioയിൽ വരിക. ഇവിടെ ഡോക്യുമെന്റേഷനും കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്യുമെന്റേഷൻ വരുവാണെങ്കിൽ ഡോക്യുമെന്റേഷനിലേക്ക് വരുവാണെങ്കിൽ ഡോക്യുമെന്റേഷനിൽ വന്നിട്ട് ഓരോരോ എലമെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഞാനിവിടെ തിരിച്ചു വന്നു പ്ലേ ഗ്രൗണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഡോക്സ് വേണമെങ്കിൽ ഡോക്സ് എടുക്കാവുന്നതാണ്. ആൻഡ് കോൺസെപ്റ്റ് ഉണ്ട്, API റെഫറൻസ് ഉണ്ട്. API റെഫറൻസിലാണ് പൊതുവെ നമുക്ക് ആവശ്യമുള്ള സേ ഒരു കമ്പോണൻസ് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ സാമ്പിൾസ് റൈറ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്, റൈറ്റ് സ്ട്രീം ഉണ്ട്, അതായത് സ്ട്രീമായിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് വേറെയും കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് അത് കൂടാതെ ചാറ്റ് എലമെന്റ്സ് എന്തൊക്കെയാണുള്ളത് നോക്കുകയാണെങ്കിൽ ചാറ്റ് ഇൻപുട്ട് ഉണ്ട്. ചാറ്റ് ഇൻപുട്ട് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. ആൻഡ് പ്ലേസ് ഹോൾഡർ നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് പ്ലേസ് ഹോൾഡർ ചാറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്ത മെസ്സേജ് ആണ് പ്ലേസ് ഹോൾഡർ ആയിട്ട് വരിക. അതായത് ചാറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ആസ്ക് എനിത്തിങ്, ഇതൊരു പ്ലേസ് ഹോൾഡർ ആണ്. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. വിഡ്ത്ത് കൂട്ടുക, ആൻഡ് മാക്സിമം ക്യാരക്ടേഴ്സ്, ഫയൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അതൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാം. ആൻഡ് ചാറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം ഒരു നെയിം കൊടുക്കണം, ചാറ്റ് മെസ്സേജിലേക്ക് ഒരു നെയിം കൊടുക്കണം, പിന്നെ അവതാർ വേണമെങ്കിൽ അവതാർ കൊടുക്കാം,
ഓക്കെ. സോ നമ്മൾ പക്ഷേ യൂസർ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു അവതാർ വന്നു. എന്ത് അവതാറാണ്? ഈ ഒരു അവതാർ വന്നു. ആൻഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അസിസ്റ്റന്റിന്റെ ഒരു അവതാർ വന്നു. ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ടുള്ള യൂസേഴ്സ് ആണ്. ഇനി നമുക്ക് കസ്റ്റം യൂസർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ നെയിമും അവതാറും നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, കൂൾ. ഇങ്ങനെയൊക്കെ നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ streamlit.ioയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് പിന്നെ ഇതൊന്നും കൂടാതെ നമുക്കിനി വേണ്ടത് നമുക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞു. കമോൺ ഹിയർ. സോ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷൻ എല്ലാം അതുപോലെ കാണിക്കണം. പിന്നെ പുതുതായിട്ട് വരുന്ന ഇൻഫർമേഷൻ അതിന് താഴെ വരണം. സേ ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ചാറ്റ് ജി പി ടിയിൽ കൊടുക്കുകയാണെങ്കിൽ ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഇവിടെ വന്നു, അതിന്റെ റെസ്പോൺസ് ഇവിടെ വന്നു. ഇനി ഐ നീഡ് ടു ഗോ ടു ബാലി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെ വന്നു അല്ലേ, എന്നിട്ട് അതിന്റെ റെസ്പോൺസ് ഇതുപോലെ വന്നു. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രീംലിറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരാം, സ്ട്രീംലിറ്റ് നമ്മുടെ മെയിൻ ഡോട്ട് പി വൈ എടുത്തു. ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇഫ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയൊരു വേരിയബിൾ ആണെന്നുള്ള വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. മെസ്സേജസ് നോട്ട് എൻ streamlit dot session and streamlit dot session state ആണ് വരിക, session state and then streamlit dot session state dot message equal to empty. സോ ഇത് വെച്ചാൽ സെഷൻ സ്റ്റേറ്റിലാണ് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ മെസ്സേജസും സേവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. സെഷൻ സ്റ്റേറ്റിലെ മെസ്സേജസ് എന്നുള്ള വേരിയബിളിലാണ് നമ്മുടെ എല്ലാ മെസ്സേജസും സേവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഈ സ്റ്റേറ്റിലുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്യും. ഇത് ഞാൻ ആദ്യം ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഫോർ മെസ്സേജ് ഇൻ streamlit dot session state messages, അതായത് സെഷൻ സ്റ്റേറ്റിലുള്ള എല്ലാ മെസ്സേജസും എടുക്കുക. അതിൽ ഓരോ മെസ്സേജും എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഓക്കെ, സോ നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്, അതായത് ഒരു ചാറ്റ് മെസ്സേജ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ ഇത് കോപ്പി ചെയ്യുന്നു ആൻഡ് ഇവിടെ വന്നു. ആൻഡ് നമ്മൾ യൂസർ ആയിട്ടാണ് എന്താണ് മെസ്സേജ്? ഓക്കെ, മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു സാമ്പിൾ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ റോൾ, ആരാണ് മെസ്സേജ് അയക്കുന്നത്? യൂസർ ആവാം, അസിസ്റ്റന്റ് ആവാം. ഓക്കെ, യൂസർ ആവാം, അസിസ്റ്റന്റ് ആവാം. ഇനി എന്താണ് സേ മെസ്സേജ് ആവാം, കണ്ടന്റ് ഓർ വാട്ട് എവർ. ഞാനിപ്പോൾ തൽക്കാലം കണ്ടന്റ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കണ്ടന്റ് ആൻഡ് സേ കണ്ടന്റ് എന്നുള്ള നമ്മൾ അയക്കുന്ന മെസ്സേജ് സേ ഹായ് അല്ലെങ്കിൽ ഹലോ എന്ത് വേണേ ആവാം. ഓക്കെ, സോ ഇതെന്ത് വേണേലാവാം. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ സെഷൻ സ്റ്റേറ്റിലേക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ ആഡ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഈ ഒരു ഐക്കൺ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പം ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് തൽക്കാലം ഇപ്പൊ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാനിവിടെ റോള് ഇവിടെ എന്താണ് ചാറ്റ് മെസ്സേജിൽ എന്താണ് റോൾ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐക്കൺ ഇവിടെ വരും. ഓക്കെ, നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ നോക്കാം. എന്ത് ചെയ്യുന്നു? ഞാൻ തൽക്കാലം ഇതെല്ലാം കമന്റ് ചെയ്തു. സോ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്തു. ആൻഡ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് യൂസർ ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ്. ഓക്കെ, ആൻഡ് ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹലോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? യൂസർ ഒരു മെസ്സേജ് അയക്കുന്നു. യൂസർ തന്നെ ഐ ഹാവ് ടു ഗോ ടു ബൈ. ആൻഡ് യൂസർ അപ്പൊ അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നു? ഒരു മെസ്സേജ് തിരിച്ചയക്കുന്നു. യാ or whatever. That's the great option. ഓക്കെ, സോ ഇതൊരു സാമ്പിൾ മെസ്സേജ് കോൺവെർസേഷൻ ആയിട്ട് കണക്കാക്കുക. സോ ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ എങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് റോള്, യൂസർ ആൻഡ് കണ്ടന്റ്. എന്താണ് കണ്ടന്റ് ആണ് നമ്മളോട് കാണിക്കുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? സെഷൻ സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്തു. ആൻഡ് സെഷൻ സ്റ്റേറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റോൾ എന്നുള്ളതാണ് ഈ ചാറ്റ് മെസ്സേജിലേക്ക് ആദ്യം പാസ് ചെയ്യേണ്ടത്. സോ മെസ്സേജിൻ്റെ ഉള്ള റോള്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഇതൊരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറിയിൽ
റോൾ എന്നുള്ള കീ, ഈ റോൾ എന്നുള്ള കീയിലുള്ള വാല്യൂ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെസ്സേജ് സ്ക്വയർ ബ്രാക്കറ്റിൽ എന്താണോ റോള് മീൻസ് എന്താണോ കീയുടെ പേര് അത് നമ്മളിവിടെ കൊടുക്കും. ആൻഡ് റൈറ്റ് എന്താണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്? ഈ ഒരു കണ്ടന്റ് ആണ് റൈറ്റ് ചെയ്യേണ്ടത്. സോ മെസ്സേജ് ഓഫ് കണ്ടന്റ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഞാൻ ഇനി അപ്പുറത്ത് പോയിട്ട് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഇവിടെ റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും പ്രോപ്പർ ആയിട്ട് ഒരു ചാറ്റ് മെസ്സേജ് വന്ന പോലെ ഹൈ ഹലോ ഹൈ ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് യു ഹെൽപ്പ് യു ആൻഡ് ഐ ഹാവ് ടു ഗോ ടു ബാലി യാ ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ. സോ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇതൊരു ചാറ്റിന്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ അത് 1 by 1 ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഞാനിപ്പോൾ കൊടുത്ത ഒരു സാമ്പിൾ ആണ്. ഞാൻ തൽക്കാലം ഇതെല്ലാം ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ, ഇത്രയും ക്ലിയർ ചെയ്തു. സോ നമുക്ക് ഇനീഷ്യലി നമ്മുടെ സ്റ്റേറ്റിലൊന്നുമില്ല, കാരണം നമ്മളൊന്നും ചാറ്റ് ചെയ്തിട്ടില്ല. സോ ഇനീഷ്യലി ഇത് എം ടി ആണ്. ആൻഡ് ഇനി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ട് വരും. ആൻഡ് ഇനി ഞാൻ നേരത്തെ കോഡ് എനേബിൾ ചെയ്തു. അതായത് പ്രോംപ്റ്റ് ഈക്വൽ ടു യൂസർ എന്താണ് ചോദിക്കുന്നത് അതെടുത്തു. ആൻഡ് യൂസർ ചോദിക്കുന്നത് ഞാൻ ചാറ്റ് മെസ്സേജിലേക്ക് ആഡ് ചെയ്തു. ഇനി അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു പ്ലസ് പ്രോംപ്റ്റും കൂടെ കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു അതായത് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓർ റെസ്പോണ്ട് ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, റെസ്പോണ്ട് ടു അസിസ്റ്റന്റ് എന്ത് ചെയ്യും? അസിസ്റ്റന്റ് ഈ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിന് റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, തൽക്കാലം നമ്മൾ ചാറ്റ് ജിപിറ്റി ഒന്നും അല്ലെങ്കിൽ ഓപ്പൺ എ യൂസ് ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ റാൻഡം റെസ്പോൺസ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും ഇനീഷ്യലി ഒരു മെസ്സേജ് നമുക്കില്ല. ആൻഡ് ഇവിടെ ഒരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഒരു ഹായുടെ റെസ്പോൺസ് എന്താണോ വരേണ്ടത് അത് വരും. ആൻഡ് ഇനി ഞാൻ ഐ ഹാവ് ടു ഗോ ടു ബൈ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി അതിന്റെ റെസ്പോൺസ് വരണം. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്താ? ഇതൊന്നും പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല അല്ലെ. ഇത് പിന്നെയും സ്റ്റിൽ അതിനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്താ? കാരണം നമ്മൾ സ്റ്റേറ്റിലേക്ക് ഒന്നിനെ ആഡ് ചെയ്തിട്ടില്ല. സോ സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോ ആദ്യം ഇത് കോപ്പി ചെയ്യുന്നു ആൻഡ് ഇവിടെ വരുന്നു. ആൻഡ് ആദ്യം യൂസർ മെസ്സേജ് അയച്ചു. ആദ്യം യൂസർ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഡോട്ട് അപ്പൻഡ്. എങ്ങനെയാണ് അപ്പൻഡ് ചെയ്യേണ്ടത്? ആദ്യം റോള് യൂസർ ആൻഡ് കണ്ടന്റ് പ്രോംപ്റ്റ്. സോ ഈ ഒരു ഫോർമാറ്റിലാണ് ഞാൻ പുഷ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം യൂസർ ഒരു മെസ്സേജ് അയച്ചു. അതായത് ഇവിടുന്ന് ഒരു യൂസർ അയക്കുന്ന മെസ്സേജ് ഞാൻ പ്രോംപ്റ്റിലേക്ക് എടുത്തു. ആൻഡ് എന്താണ് യൂസർ ടൈപ്പ് ചെയ്തത് അത് ഞാനിവിടെ പ്രിന്റ് ചെയ്തു. എവിടെ പ്രിന്റ് ചെയ്തു? ഇവിടെ പ്രിന്റ് ചെയ്തു. ഇനി എന്നിട്ട് അതിനുശേഷം ഞാൻ സെഷൻ സ്റ്റേറ്റിലേക്ക് ആ ഒരു ഡാറ്റ ആഡ് ചെയ്തു. ഈ ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മുടെ അസിസ്റ്റന്റ് ഇതിനെ റെസ്പോണ്ട് ചെയ്യാണ്. സോ അസിസ്റ്റന്റ് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ സെഷൻ സ്റ്റേറ്റിലേക്ക് അതിനെ ആഡ് ചെയ്യുക. സോ ഞാൻ സെഷൻ സ്റ്റേറ്റിലേക്ക് ഇതിനെ ആഡ് ചെയ്തു. റോൾ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ആണ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? വാട്ട് എവർ മെസ്സേജ്, ഇതെന്താ ഈ മെസ്സേജ് എന്താണോ അത് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സെഷൻ സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായി. ഇത് ഒന്നുകൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ സ്ട്രീംലിറ്റ് ഇമ്പോർട്ട് ചെയ്തു, ഒരു ടൈറ്റിൽ കൊടുത്തു. ആൻഡ് അത് കൂടാതെ സെഷൻ സ്റ്റേറ്റിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മളത് മീൻസ് സെഷൻ സ്റ്റേറ്റിൽ മെസ്സേജസ് എന്നുള്ള വേരിയബിൾ ഇല്ല എങ്കിൽ നമ്മൾ അതിനെ പുതിയതായിട്ട് ഒരു മെസ്സേജസ് എന്നുള്ള സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് എം ടി എന്നുള്ള ഒരു അറേ എം ടി എന്നുള്ള സ്റ്റേറ്റ് കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഒരു ചാറ്റ് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സെഷൻ സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യും. ഇനി സെഷൻ സ്റ്റേറ്റിലുള്ള എന്തെങ്കിലും മെസ്സേജ് അവൈലബിൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതെല്ലാം പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ സിംപിളായി ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നമുക്ക് റെസ്പോണ്ട് ടു ഹായ് വന്നു. ഇനി ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതിന്റെ റെസ്പോൺസ് വന്നു. ഇനി ഐ ഹാവ് ടു ഗോ ടു ബാലി, ദെൻ അതിന്റെ റെസ്പോൺസ് നമുക്ക് വരും. ഓക്കെ, സോ ഇതൊരു പ്രോപ്പർ ചാറ്റ് ആപ്ലിക്കേഷൻ പോലെ വന്നു. ഇതാണ് ബേസിക്കലി നിങ്ങൾ സ്ട്രീംലിറ്റിൽ അറിയേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ട് അല്ലെ, വളരെ ക്വിക്കായിട്ട് നമ്മൾ സ്ട്രീംലിറ്റ് വെച്ചിട്ട് ചെയ്തു. ഇനി ഓപ്പൺ എ വെച്ചിട്ട് ഓപ്പൺ എയും കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു സാമ്പിൾ ചാറ്റ് ജിപിറ്റി ക്ലോൺ സെറ്റ് ആവും. ഓക്കെ, അത് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ ഒരു കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, സോ പൊതുവെ നമ്മളൊരു പൈത്തൺ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലായാലും ഏത് പ്രൊജക്റ്റിലായാലും നമ്മളൊരു കോഡ്, നമുക്കൊരു സീക്രട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് അല്ലെങ്കിൽ API കീ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത്
കോഡിൽ കൊടുക്കൂല. സേ ഇപ്പം സീക്രട്ട് ഹെവി സീക്രട്ട് ഈക്വൽ ടു സെയിം ബ്ലാ 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 എന്തെങ്കിലും ഒരു ബാങ്കിന്റെ പാസ്വേഡ് അതൊന്നും നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കില്ല. അതായത് നമ്മുടെ കോഡിൽ ഉണ്ടാവില്ല. കോഡിൽ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇതേ കോഡ് വേറെ ആരെങ്കിലും കണ്ടാൽ അതവിടെ അവർക്കും കൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ സീക്രട്ട് കോഡിൽ ആഡ് ചെയ്യില്ല. ഓക്കെ, പകരം നമ്മൾ ആസ് എ പാറ്റേൺ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിന് .env എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അതായത് എൻവയറമെന്റ് എന്നാണ് അതിന്റെ മീനിങ്, എൻവയറമെന്റ്. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ എ ഐ ആൻഡ് ഓപ്പൺ എ ഐ കീ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത കീ ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഈ കീ കൊടുത്തു ആൻഡ് ഞാനിത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇത് നമ്മുടെ കോഡിൽ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ വിചാരിക്കുക. അതായത് ഇവിടെ .env എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഓപ്പൺ എ കീ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത കീ എവിടെ നിന്ന് കോപ്പി ചെയ്തെന്നുള്ളത് മനസ്സിലായോ? അതായത് നമ്മുടെ ഓപ്പൺ എയുടെ ഇവിടെ നമ്മൾ എ പി ഐ കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോപ്പി ചെയ്ത സാധനമാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ പൈത്തണിൽ ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു .env ഫയലാണ്, അത് എൻവയറമെന്റ് ഫയലാണ്. ഈ ഫയൽ നമ്മൾ ഒരിക്കലും വേറെ ആൾക്ക് ഷെയർ ചെയ്യില്ല. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് .env ഫയലിന്റെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ ഈ കോഡൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതായത് ഗിറ്റ് വഴി നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും നമ്മൾ ഈ .env കമ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ .envയിൽ തന്നെ നമ്മുടെ സീക്രട്സ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ട് .env. ഓക്കെ, .env നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. സോ ഇത് ബൈ ഡിഫോൾട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു ആൻഡ് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇമ്പോർട്ട് നമുക്ക് വേണ്ടത് ഫ്രം .env ഇമ്പോർട്ട് ലോഡ് .env എന്നുള്ള ഒരു മെത്തേഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു ലൈബ്രറി അല്ല, പാക്കേജ് ഉണ്ട്. പാക്കേജിൽ നിന്ന് നമുക്ക് ആകെ വേണ്ടത് .env എന്നുള്ള ഒരു മെത്തേഡാണ്. .env എന്നുള്ള മെത്തേഡ് കൊടുക്കുക. സോ ഈ ഒരു 2 ലൈൻ ഓഫ് മെത്തേഡ് കൊണ്ട് ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ .env എന്നുള്ള ഫയൽ ഇത് റീഡ് ചെയ്യും. .env അതാണ് ഇതിന്റെ പേര്. .env എന്നുള്ള മെത്തേഡിലുള്ള ഫയലുള്ള എല്ലാ സീക്രട്സും ഇത് റീഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും os.get.env ആൻഡ് എന്താണ് എ പി ഐ കീ. ഓക്കെ, അതായത് നമ്മൾ കൊടുത്ത കീ എന്താ, കൊടുത്ത കീ ഇതാണ്, ഓപ്പൺ എ പി ഐ കീ ആണ്. ഇതാണ് നമ്മുടെ സീക്രട്ട് കീ. ഓക്കെ, സീക്രട്ട് കീ ഈക്വൽ ടു ഇതാണ് നമ്മുടെ കീ. സോ നമുക്ക് ഓപ്പൺ എ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കീ നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമ്മൾ ഒരിക്കലും പ്രിന്റ് ചെയ്യില്ല, പക്ഷെ നമ്മുടെ അടുത്ത് ഈ ഓപ്പൺ എ കീ ഉണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി നമുക്ക് ഗോ ടു പ്ലാറ്റ്ഫോം ഓപ്പൺ എ ആൻഡ് ഇവിടെ വരിക, ഇത് ക്ലോസ് ചെയ്യുക, ഡൺ. platform.openai വരുവാണെങ്കിൽ ഓർവി എടുക്കുക. ഓർവിയിൽ തന്നെ ഇവിടെ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പൈത്തൺ എന്നുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ട്രൈ നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓപ്പൺ എയുടെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഓപ്പൺ എ ആൻഡ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രം ഓപ്പൺ എ or from OpenAI import OpenAI. ഓക്കെ, OpenAI എന്നുള്ള ഒരു ടൂളാണ് നമുക്ക് വേണ്ടത്. OpenAI എടുക്കുന്നു. ഇനി നമുക്ക് OpenAIയുടെ ഒരു ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യണം. സേ ക്ലയന്റ് ഈക്വൽ ടു OpenAI ആൻഡ് API കീ ഈക്വൽ ടു സീക്രട്ട് കീ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. വിച്ച് മീൻസ് നമുക്ക് OpenAI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ക്ലയന്റ്. നമ്മൾ ആദ്യം ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്തു. അതായത് ക്ലയന്റ് വഴിയാണ് നമ്മൾ OpenAI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൗസർ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ. ഇവിടെ നിന്ന് OpenAI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ OpenAI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അതാണ് നമ്മുടെ OpenAIയുടെ ക്ലയന്റ്. ഈ ഒരു ലൈബ്രറി വഴി ഈ പാക്കേജ് വഴി നമ്മൾ ആ ഒരു ക്ലയന്റിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ക്ലയന്റ് ആണ് OpenAI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ സാമ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മെസ്സേജ് ഉണ്ട്, ഈ ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, യെസ്, അത് കോപ്പി ചെയ്തു. ആൻഡ് നമുക്കിവിടെ ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ അസിസ്റ്റന്റ് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇതാണ്. ഓക്കെ, സോ ഇതിന് പകരമാണ് നമ്മൾ പുതുതായിട്ട് ChatGPT കോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ റെസ്പോൺസ് എടുക്കുന്നത്. സോ ഇവിടെ വരുന്നു യൂസർ എന്തോ ടൈപ്പ് ചെയ്തു അല്ലേ,
യൂസറോട് ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞു. യൂസർ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൗ ടു ട്രാവൽ ടു ബാലി. ഓക്കെ, ആ ഒരു മെസ്സേജ് വന്നു, നമ്മൾ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ചാറ്റ് ജി പി ടിയോട് ചോദിക്കണ്ടേ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ കോപ്പി ചെയ്ത കോഡ്, ഇവിടുന്ന് കോപ്പി ചെയ്ത കോഡ് ഇവിടെ ഇട്ടു. ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ മോഡൽ സ്വിച്ചിലുള്ള കൊടുക്കാം. ഓക്കെ, ചാറ്റ് GPT 4.0 തന്നെ വേണമെന്നില്ല. സേ O1, O3 മിനി എന്തുവേണേ ആവാം. ഞാൻ തൽക്കാലം തൽക്കാലം GPT 4.0 തന്നെ കീപ്പ് ചെയ്യാണ്. GPT 4.0 അത് തന്നെ കീപ്പ് ചെയ്യാണ്. ആൻഡ് മെസ്സേജ്, എന്താണ് മെസ്സേജ്? സോ മെസ്സേജ് എന്ന് പറയുന്ന റോൾ യൂസറാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ് കണ്ടന്റ്? കണ്ടന്റ് എന്ന് വെച്ചാൽ യൂസർ ചോദിച്ചത് എന്താ? പ്രോംപ്റ്റ് എന്നുള്ള വേരിയബിളിലുള്ള വാല്യൂ ആണ് യൂസർ ചോദിച്ചത്. അപ്പൊ അതിന്റെ റെസ്പോൺസ് നമുക്കിവിടെ കംപ്ലീഷനിൽ കിട്ടും. സോ കംപ്ലീഷൻ എടുത്തു. ആൻഡ് ഇവിടെ നമ്മൾ റെസ്പോണ്ട് ടു എന്നുള്ളതിന് പകരം എന്ത് ചെയ്യുന്നു? കംപ്ലീഷൻ ഡോട്ട് ചോയ്സസ് ഓഫ് 0 ആൻഡ് ഡോട്ട് മെസ്സേജ് ഡോട്ട് കണ്ടന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അത് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ ചിലപ്പോൾ ചാറ്റ് ജി പി ടിയോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പം നമുക്ക് ഇവിടെ തന്നെ 2 ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടാകും. പല പല ചോയ്സസ് ഉണ്ടാകും. അതിൽ നമ്മൾ ഏത് ചോയ്സ് ആണ് എടുക്കുന്നത്, ആ ചോയ്സിന്റെ മെസ്സേജിന്റെ കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ അതാണ് നമ്മളിവിടെ കംപ്ലീഷൻ എന്ന് വെച്ചാൽ അതിന്റെ റെസ്പോൺസ്. ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, അതിന്റെ റെസ്പോൺസ് വന്നു. റെസ്പോൺസിൽ ഫസ്റ്റ് ചോയ്സ് ആൻഡ് ആ ഫസ്റ്റ് ചോയ്സിലുള്ള മെസ്സേജിന്റെ കണ്ടന്റ് എന്താണ്, അതാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇത്രയും ചേഞ്ചേ ഉള്ളൂ. സോ അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇത്രയും ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ വന്നിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്തു. ഇനി ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ റെസ്പോണ്ട് ടു ഹായ് ആയിരുന്നു വന്നോണ്ടിരുന്നത്. പക്ഷെ ഇതെന്താ? ഇത് ആക്ച്വലി നമ്മുടെ ഓപ്പൺ എ ആണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഹലോ, ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ. ഇത് നമ്മൾ എവിടെയും നമ്മുടെ കോഡിൽ കൊടുത്തതല്ല. നമ്മൾ നേരെ എന്ത് ചെയ്തു? നമ്മുടെ ക്വസ്റ്റ്യൻ ഹായ് എന്നുള്ളത് ഓപ്പൺ എയോട് ചോദിച്ചു. ഓപ്പൺ എ നമുക്ക് റെസ്പോൺസ് തന്നു. ആ റെസ്പോൺസ് ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഹൗ ക്യാൻ ഐ ഗോ ടു ബാലി എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ലോഡിംഗ് ആണ്. വിച്ച് മീൻസ് ഇത് ബാക്ക് എൻഡിൽ ഒരു ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൻഡ് റെസ്പോൺസ് കിട്ടി കഴിയുമ്പം നമുക്കിവിടെ ആ ഡാറ്റ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത് കുറേ ടൈം എടുക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രീം ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് അതിന്റെ റെസ്പോൺസ് വേർഡ് ബൈ വേർഡ് ആയിട്ട് കാണിക്കാത്തതുകൊണ്ടാണ്. ഇത് ഒറ്റയടിക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറേ ടൈം എടുക്കുന്നവരെ തോന്നുന്നത്. പക്ഷെ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ? നമുക്ക് ചോദിച്ചു നോക്കാം. ചാറ്റ് ജി പി ടിയിലാണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരു എന്താണ് ഇങ്ങനെ വരുന്ന കാണാം അല്ലെ, സ്ട്രീം ചെയ്തിട്ട് വരുന്ന കാണാം. പക്ഷെ മൊത്തം കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ വരിക, ഓപ്പൺ എ എടുക്കുക. ഓപ്പൺ എയിൽ ഓൾറെഡി ആണ് നമ്മളിവിടെ സാമ്പിൾ കണ്ടത്. ഓക്കെ, സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കോർ കോൺസെപ്റ്റിൽ സ്ട്രീമിംഗ് എടുക്കുക. സ്ട്രീമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രീം ചെയ്തിട്ട് ഡാറ്റ കാണിക്കണത്. ആകെ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ സ്ട്രീം ട്രൂ കൊടുക്കുക. സോ മോഡൽ സ്ട്രീം ട്രൂ ഇതാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തത്. പക്ഷേ വേറെ ഈ റെസ്പോൺസിൽ ഇങ്ങനെ ഒരു ചോയ്സസ് ഉണ്ടാവില്ല. സോ ചോയ്സസ് ഡോട്ട് മെസ്സേജ് അല്ല ഉണ്ടാവുക, ചോയ്സസ് ഡോട്ട് ഡെൽറ്റ ആണ് ഉണ്ടാവുക. സോ ചോയ്സ് ഡോട്ട് ഇതൊരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതായത് നമുക്ക് സ്ട്രീം ചെയ്തിട്ടാണ് ഡാറ്റ വരുന്നത്. അത് വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് വരുന്നത്. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഡെൽറ്റ ഡോട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. കണ്ടന്റ്. പക്ഷെ ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യം വരുന്നില്ല. അത് കാണിച്ചു തരാം. ഡെൽറ്റ മെസ്സേജ് ചോയ്സ് ഡെൽറ്റ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഹൗ ക്യാൻ ഐ ഗോ ടു ബാലി എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രീം ഹാസ് നോ ഒബ്ജക്ട് ചോയ്സസ് ഇല്ല. സോ ഓക്കെ, സോറി, ചോയ്സസ് ഇല്ല. ചോയ്സസ് ഡയറക്റ്റ് അല്ല. അതൊരു സ്ട്രീം എന്ന് പറയുന്നത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആയിട്ടാണ് കിട്ടുക. സോ നമുക്ക് നേരെ ഈ ഒരു കോഡ് തന്നെ കോപ്പി ചെയ്യാം. കംപ്ലീഷൻ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്ട്രീം എന്നാണ് വിളിക്കുന്നത്. സ്ട്രീം എന്നുള്ള എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, പേരിലൊന്നും കാര്യമില്ല. ആൻഡ് ഫോർ ചങ്ക് ഇൻ സ്ട്രീം, അത് ഓരോ ചങ്ക് ഓഫ് മെസ്സേജ് ഇൻ സ്ട്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീഷൻ വരെ ചങ്ക് ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ചങ്ക് ഓഫ് ചോയ്സസ് ഓഫ് 0 ഡെൽറ്റ കണ്ടന്റ്. ഇനി ഞാൻ ഇവിടെ വരുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഹൗ ക്യാൻ ഐ ഗോ ടു ബാലി ചോദിക്കുന്നു. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടെ ഇവിടെ പ്രിന്റ് ചെയ്യണ്ട അല്ലേ? ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഒറ്റൊരാൾ ടൈപ്പ് ചെയ്യുന്ന പോലെ വരണം. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രീമിലേക്ക് വരിക.
സ്ട്രീംലിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റേഷനിലേക്ക് വരാം, അല്ലെങ്കിൽ സ്ട്രീംലിറ്റിൻ്റെ ബേസിക് പ്ലേ ഗ്രൗണ്ടിലേക്ക് വരാം. ആൻഡ് ഇവിടെ ഓൾറെഡി LLM ചാറ്റ് ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ആൻഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കാം, നമ്മുടെ ലോജിക്ക് എഴുതാവുന്നതാണ്. നമുക്കിവിടെ ഇഫ് പ്രോംപ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫുൾ റെസ്പോൺസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെഷൻ ചാറ്റ് ഈ ഒരു സെഷൻ സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യുള്ളൂ. സോ സെഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും ഫുൾ റെസ്പോൺസ് ആയിരിക്കും. സോ ഇത് ഞാൻ ഫോർ ലൂപ്പിന് പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ഓക്കെ, ഫോർ ലൂപ്പിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മുടെ ഡെൽറ്റ കണ്ടന്റ് വരുന്നതൊക്കെ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യണം. ആദ്യം സ്ട്രീംലിറ്റ് ഡോട്ട് ചാറ്റ് മെസ്സേജ് ഓഫ് അസിസ്റ്റന്റ് ആൻഡ് ഡോട്ട് എം ടി. ഏറ്റവും ആദ്യം നമ്മൾ അസിസ്റ്റന്റ് എന്താണോ ചെയ്യുന്നത് അതിന് മുന്നേ നമ്മൾ അത് ക്ലിയർ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇതിന്റെ ഒരു വേരിയബിൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അസിസ്റ്റന്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് മെസ്സേജ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ സ്ട്രീം ആണുള്ളത്. സ്ട്രീം ചെയ്തിട്ട് നമുക്ക് ഡാറ്റ വരും. ഓക്കെ, സ്ട്രീം ചെയ്തിട്ട് ഡാറ്റ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ if no sorry for chunk in stream, okay, if chunk dot choices of 0 dot delta dot content, അതായത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട് എങ്കിൽ, സോ അതായത് ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട് എങ്കിൽ, അതായത് നമ്മൾ സ്ട്രീം ചെയ്ത് കിട്ടുന്ന അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടൂ. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫുൾ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എം ടി ആണ്. ആൻഡ് നമ്മൾ ആദ്യം അത് സെറ്റ് ചെയ്യുന്നു. ഫുൾ റെസ്പോൺസ് ഈക്വൽ ടു ഫുൾ റെസ്പോൺസ് പ്ലസ് ചങ്ക് ഓഫ് ചോയ്സസ് ഡോട്ട് ഡെൽറ്റ ഡോട്ട് കണ്ടന്റ്. അതായത് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫുൾ റെസ്പോൺസിലേക്ക് അത് ആഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഒരു പ്ലസ് സ്പേസ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി വേണ്ട, പൈപ്പ് സിമ്പിളാണ് കൊടുക്കേണ്ടത്, അങ്ങനെ കൊടുക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ ഓക്കെ, നമ്മൾ കണ്ടന്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ റെസ്പോൺസിലേക്ക് ഇത് ആഡ് ചെയ്യണം. ആൻഡ് ഇത് ആഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഇത് യൂസർക്ക് കാണിച്ചു കൊടുക്കണം. വരുന്ന സ്ട്രീം ഓഫ് ഡാറ്റ എടുത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ യൂസർക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് ഡോട്ട് മാർക്ക് ഡൗൺ, അതായത് ഈ അസിസ്റ്റന്റ് മെസ്സേജ് വെച്ചാൽ നമുക്ക് ഇതിന്റെ വേരിയബിൾ നമുക്കിവിടെ കിട്ടി. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇത് നമുക്ക് നേരെ മാർക്ക് ഡൗൺ വിളിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഫുൾ മെസ്സേജ് നമ്മൾ എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഡെൽറ്റ കണ്ടന്റ്, ആ ഒരു സ്ട്രീംഡ് കണ്ടന്റ് അത് നമ്മളിവിടെ കൊടുക്കുന്നു. കൂടാതെ നമുക്ക് അപ്പൻഡ് ചെയ്തിട്ട് നമുക്കൊരു ചുമ്മാ ഒരു പൈപ്പ് സിമ്പിളും കൂടെ കൊടുക്കാം. അതായത് ഇനി എന്തോ വരാനുണ്ടെന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ഇനി ഇത് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് സെഷനിലേക്ക് ഞാൻ ഈ ഫുൾ റെസ്പോൺസും കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് റെസ്പോൺസ് വരുന്നത് എന്നുള്ളത് നോക്കാം. റിഫ്രഷ് ചെയ്തു, ഹലോ ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ. പക്ഷേ ഇവിടെ ലാസ്റ്റ് ഒരു അപ്പൻഡ് വന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അതും വേണമെങ്കിൽ നമുക്ക് സെഷൻ മെസ്സേജ്, നമുക്ക് ലാസ്റ്റ് അസിസ്റ്റന്റ് മെസ്സേജിന് ഇത് ഓരോ തവണയും ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് മെസ്സേജ് ഡോട്ട് മാർക്ക് ഡൗൺ ഓഫ് ഫുൾ മെസ്സേജ്, ഫുൾ റെസ്പോൺസ് വേണ്ടിയിട്ട് കൊടുക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഈ പൈപ്പ് സിമ്പിൾ കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി റിഫ്രഷ് ചെയ്തു, ആൻഡ് ഹലോ. അപ്പോൾ നമുക്കിത് പ്രിന്റ് ചെയ്തിട്ട് ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ, ഹൗ ക്യാൻ ഐ ഗോ ടു ബാലി. സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സാധാ ഒരു ചാറ്റ് GPT വരുന്ന പോലെ നമുക്കിങ്ങനെ വരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് എൻ്റെ എപ്പോഴും ഒരു പൈപ്പ് സിമ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യാ, സാധാരണ ചാറ്റ് GPT വരുന്ന പോലെ തന്നെ നമുക്ക് മെസ്സേജ് വരും. സോ ഇതാണ് നമ്മളൊരു സ്ട്രീമിലിട്ട് വെച്ചിട്ട് ഒരു ചാറ്റ് GPTയുടെ ക്ലോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര ഈസിയാണ്. അതായത് ഇതിൻ്റെ എല്ലാത്തിന് ശേഷം, സോ ഈ ഒരു ഇഫ് കണ്ടീഷൻ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്ട്രീംലിറ്റ് ഡോട്ട് സൈഡ് ബാർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്താണ് സൈഡ് ബാർ ഡോട്ട് ഒരു റൈറ്റ് എന്നോ എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഹലോ അല്ലെങ്കിൽ സൈഡ് ബാർ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇനി ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ബാർ വന്നതായിട്ട് കാണാം.
എൻ്റെ ഇത് ക്ലോസ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ അതും ഭയങ്കര സിമ്പിളാണ്. എന്ത് ചെയ്യുന്നു, നമുക്കിങ്ങനെ തന്നെ സ്ട്രീംലെറ്റ് ഡോട്ട് സൈഡ് ബാർ ഡോട്ട് ബട്ടൺ ഒരു പേര് എന്തെങ്കിലും ഒരു ക്ലിക്ക് മീ. ഓക്കെ, ആൻഡ് ഒരു ജസ്റ്റ് ഞാൻ ക്ലിക്ക് മീ എന്ന് പറഞ്ഞ് കൊടുത്തു, റിഫ്രഷ് ചെയ്തു ആൻഡ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇതിന്റെ മെയിൻ, ഇഫ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം സ്ട്രീംലെറ്റ് ഡോട്ട് സക്സസ് മെസ്സേജ് എന്നൊരു സക്സസ് മെസ്സേജ് കാണിക്കാം. താങ്ക് യു ഫോർ യുവർ മെസ്സേജ്. സോ വാട്ട് എവർ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് മെസ്സേജ് ഇവിടെ വരും. അത് ഇവിടെ സ്ട്രീംലെറ്റ് ഡോട്ട് സക്സസ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു പേജിലാണ് വരിക. സ്ട്രീംലെറ്റ് ഡോട്ട് സൈഡ് ബാർ ഡോട്ട് സക്സസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ സൈഡ് ബാറിലാണ് വരിക. ഓക്കെ, ഇവിടെ വരും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സൈഡ് ബാർ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും സൈഡ് ബാറിലാണ് കൊടുക്കുന്നതെങ്കിൽ സൈഡ് ബാറിൽ വരും. ഇനി അല്ല, ഇവിടെ സൈഡ് ബാർ കൊടുക്കാതെയാണ് സ്ട്രീംലെറ്റ് സൈഡ് ബാർ കൊടുക്കാതെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയാണ് വരിക. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ChatGPT ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ChatGPTയുടെ ക്ലോണ് നമുക്ക് സ്ട്രീംലെറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, താങ്ക് യു.